പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 7ാം ക്ലാസ് പരീക്ഷയുടെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കാം. പാതയെ വിലങ്ങി വലിയൊരു വൃക്ഷം വീണ് കിടക്കുന്നു. അത്യധികം ഈർപ്പമുള്ള അതിൻ്റെ വേരുകളിൽ നിന്നും തായ്തടിയിൽ നിന്നും ജലം കിനിഞ്ഞുകൊണ്ടിരിക്കുന്നു. തടിയിലാകെ ചെറിയ ദളങ്ങളോട് കൂടിയ പൂക്കൾ. അതൊരു പടർന്നു കയറുന്ന ചെടിയായിരുന്നു. ആ വൃക്ഷത്തെ ഒന്നാകെ പൊതിഞ്ഞു നിന്നിരുന്നു. ചോലക്കാടുകളിൽ അധികവും മൃദുലമായ ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങളായിരിക്കും. ഏതാണ്ട് സ്പോഞ്ച് പോലെ തോന്നിക്കുന്നവ. പൂപ്പലുകളും ചില കുമിളുകളുമൊക്കെ അവയിൽ കാണാം. താപനില കുറവായ ചോലക്കാടുകളിൽ എവിടെ നോക്കിയാലും നീരൊഴുക്കുകൾ കാണാം. കാടിനകത്തളം മുഴുവൻ ഒഴിഞ്ഞു വീണ ഇലകളാൽ ഈർപ്പമാർന്ന ജലമെത്തകൾ പോലെ കാണാം. ആ ഇലകളൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അനേകം സൂക്ഷ്മജീവികൾ. വൃക്ഷങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായൽ സൂക്ഷ്മതയുടെ അടർത്തി മാറ്റിയാലാകട്ടെ അതിനിടയിലും ചെറിയ ജീവനുകളെ കാണാം. കുറഞ്ഞ ജലലഭ്യതയുള്ള ഇടങ്ങളിൽ ഇത്തരം കാഴ്ചകളൊന്നും അധികം കാണുവാനാകില്ല. അവിടെ നേരിട്ട് സൂര്യപ്രകാശം വീഴുകയാണെങ്കിൽ മണ്ണ് വല്ലാതെ വരണ്ടുപോകും. എങ്കിലും ചോലക്കാട് വേഗതയോടെ അവിടം പുതുനാമ്പുകൾ മുളപ്പിച്ച് ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർഷക്കാലമാവുമ്പോൾ തൈകൾ വേഗതയോടെ വളർന്നു വന്ന് കാടിൻ്റെ തുറന്ന മേലാപ്പ് അടച്ചു കളയുവാൻ ശ്രമിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിന് കാടിൻ്റെ തറയിലേക്ക് നേരിട്ട് പതിക്കുവാനാകാതെ വരും. കാട് അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരികെ എത്തുകയായി. നോക്കൂ, ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, പാരഗ്രാഫ് നന്നായി റീഡ് ചെയ്യുക, എന്നിട്ട് മാത്രം താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൃദുലമായ ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ എന്ന പ്രസ്താവനയ്ക്ക് യോജിച്ചത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? എ, ചോലക്കാടുകൾ കാണാൻ കഴിയും. എ ആണ് ശരിയായ ഉത്തരം. ബി, തന്നിരിക്കുന്ന ഗദ്യഭാഗത്തിന്റെ ആശയത്തോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് ഏതാണ്? മരങ്ങളും ചെറുജീവികളും ചേർന്ന കാടിന്റെ സ്വാഭാവിക പരിസ്ഥിതി. സി എന്ന് പറയുന്നത് ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ പ്രകൃതി നിരന്തരം ശ്രമിക്കുന്നത് എങ്ങനെയാണ്? പുതുനാമ്പുകൾ മുളപ്പിച്ച്. ടി എന്ന് പറയുന്നത് കാടിന്റെ ജൈവപ്രകൃതിയുമായി ബന്ധപ്പെടാത്ത ഗണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം, സ്പോഞ്ച്, പായൽ, തളിര്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിവിടെ സുഖം തന്നെ. നല്ല ഭക്ഷണം, കുളി, മഴയും വെയിലും കൊള്ളാതെ ഉറക്കം, ഇടയ്ക്കൊരു കുര, വാലാട്ടൽ, കഴുത്തിൽ ബെൽറ്റും കനത്ത ചങ്ങലയും ഉണ്ടെന്നേ. എനിക്കിവിടെ സുഖം തന്നെ. ഇപ്പം നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ചല്ലോ. ഇതിന് അനുയോജ്യമായ ഒരു ശീർഷകം നൽകുക. ആരാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ ഒരു എന്തായിരിക്കും പറയണേ? ഒരു നായയുടെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. എനിക്കിവിടെ സുഖം തന്നെ. നല്ല ഭക്ഷണം, കുളി, മഴയും വെയിലും കൊള്ളാതെ ഉറക്കം, ഇടയ്ക്കൊരു കുര, വാലാട്ടൽ, കഴുത്തിൽ ബെൽറ്റും കനത്ത ചങ്ങല ഉണ്ടെന്നേ. എനിക്കിവിടെ സുഖം തന്നെ. അതുണ്ടെങ്കിലും എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാവൽ നായ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ആകർഷകമായ ഒരു ശീർഷകം നൽകി കൊടുക്കാനാണ് പറഞ്ഞത്. ഹെഡ്ലൈൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ചോദിച്ചിരിക്കുന്നത്, കുട്ടി അച്ഛ നക്ഷത്രം പറക്കുന്നു, ഹായ് എന്ത് രസം. സംഭാഷണത്തിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ്. ചന്ദ്രനും നിലാവും, പിന്നെന്താണ്? മിന്നാമിനുങ്ങും തിളക്കവും, പ്രാണിയും ചിറകുകളും, രാത്രിയും ആകാശവും. ഏതാണ്? ഓപ്ഷൻ ബി, മിന്നാമിനുങ്ങും തിളക്കവുമാണ്. ഇനി സി നമുക്ക് നോക്കാം. പ്രസ്താവന ശരിയോ തെറ്റോ? കോമൺ ത്രോയുടെയും പ്ലെയിൻ ടൈഗറിന്റെയും ചിറക് പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. പൂർണ്ണമായും ശരിയാണോ? പൂർണ്ണമായും തെറ്റാണോ? ഭാഗികമായി ശരിയാണോ? ഇലകൾക്ക് പച്ചനിറം എന്നാണ്. ഏതാണ്? പൂർണ്ണമായും ശരിയാണ്. കോമൺ ത്രോയുടെയും പ്ലെയിൻ ടൈഗറിന്റെയും ചിറക് പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. പൂർണ്ണമായും ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നെക്സ്റ്റ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പന്ത് കാക്കും കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ, മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ പന്ത് പോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണടോ പന്ത് കാക്കും മരമായി വളർത്തുവാൻ. മോഹനകൃഷ്ണൻ കാലടിയുടെ പന്ത് കാക്കും കുന്ന് എന്ന കവിതയിലെ ഏതാനും വരികളാണിത്. ഇതിലെന്താണ് പറയുന്നത്? കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രം, അതാരാണ്? JCB ആണല്ലേ.
മണ്ണ് മാന്തിയെടുക്കുന്ന കൈകളിൽ പന്ത് പോലൊന്ന് കിട്ടിയാൽ അത് നിർത്തണേ, ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണേ പന്ത് കാക്കും മരമായി വളർത്തുവാൻ. പന്ത് കാക്കും മരമായിട്ട് വളർത്തുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പന്ത് കായ്ക്കുന്നത് ഇനി എന്തിനെക്കുറിച്ചാണ്? അതിനകത്ത് പല ആശയങ്ങളുണ്ട് അല്ലേ? കുന്നിടിച്ച് നിരത്തുന്ന അപ്പോൾ ഇപ്പോഴത്തുള്ള എല്ലാ കുന്നുകളൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണിടിച്ച് നിരത്തുകയാണ് അല്ലേ? അപ്പോൾ പണ്ട് കുഴിച്ചിട്ട എന്തെങ്കിലും അതിനകത്ത് കിട്ടുകയാണെങ്കിൽ ആ പന്ത് കാക്കി മരമായി വളർത്തുമ്പോൾ ഞങ്ങൾക്കതിനെ തിരിച്ച് തരണേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി എന്ന് ചോദിച്ചിരിക്കുന്നത് താരതമ്യക്കുറിപ്പാണ്. ഉളകം പോൽ കുന്നിൻ പുറത്തു വീണ മൂടൽ മഞ്ഞല പുലുകി നീക്കി പുലിരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. ശ്രേണി നിര രമണൻ ചങ്ങമ്പുഴ. ശ്രേണി എന്ന് വെച്ചാൽ എന്താണ്? നിര എന്നാണ് അർത്ഥം. രമണനിലെ ഒരു ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിച്ചു. അപ്പോൾ രമണനിലെ വരികളും ദിനാന്തര സഞ്ചാരവും എന്ന കവിതയിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ രണ്ടിലും എന്തിനെക്കുറിച്ചായിരിക്കും പറയണത്? പ്രകൃതി ഭംഗിയെക്കുറിച്ചായിരിക്കും പറയണത് അല്ലേ? ഉളകം പോൽ കുന്നിൻ പുറത്ത് വീണ മൂടൽ മഞ്ഞൾ പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. പ്രകൃതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രമണനിലെ വരികളും ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെയും പ്രകൃതി ഭംഗി, രണ്ടിലും പ്രകൃതി ഭംഗിയും പ്രകൃതി വർണ്ണനകളുമാണുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആസ്വാദനക്കുറിപ്പാണ്. താഴൊരു കവിത തന്നിട്ടുണ്ട്. മഴ മറന്നത്. മയിലുകൾ പറഞ്ഞിരുന്നു അവർ നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മഴ പറന്നെത്തുമെന്ന്. തവളകളും പറഞ്ഞു അവരുടെ കരച്ചിൽ കേട്ടാൽ മഴ ഓടിയെത്തുമെന്ന്. പക്ഷേ കാറ്റു പറഞ്ഞാണ് അറിയുന്നത് മഴയ്ക്ക് ഇപ്പോൾ ഇവരുടെയൊന്നും ഭാഷ മനസ്സിലാകാറേ ഇല്ല എന്ന്. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിൽ എന്താണ്? അഭേദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്നുള്ള സന്ദേശമാണ് നിൽക്കുന്ന സന്ദേശമാണല്ലോ ഇളംകാറ്റ് തെല്ലൊന്ന് തൊട്ട് വന്നാൽ എന്ന യൂണിറ്റിലുള്ളത്. അപ്പോൾ കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈ കവിതയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണ് എഴുതിയത്, എന്താണ് കവിതയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എങ്ങനെയാണ് എന്നൊക്കെ ഉപയോഗിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വർണ്ണനയാണ്. നോക്കത്താ ദൂരത്തോളം പൂക്കളുടെ മല, വസന്തത്തിൻ്റെ ഉത്സവമാണ് മൂന്നാറിലെ കുറിഞ്ഞിപ്പൂക്കൾ. മൂന്നാറിലെ കുന്നുകളെയും കുറിഞ്ഞിപ്പൂക്കളെയും നിങ്ങൾ പരിചയപ്പെട്ടു. കണ്ടും കേട്ടും വായിച്ചും ആസ്വദിച്ച ഒരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിച്ചെഴുതുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രകൃതിയിലുള്ള ഒരു ദൃശ്യത്തെ വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലെ കുന്നുകളെയും കുറിഞ്ഞിപ്പൂക്കളെയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളച്ചാട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് പറഞ്ഞത് വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ലുവിനെയും ചേട്ടനായ ടോട്ടനെയും ഓർമ്മയില്ലേ? ടോട്ടൻ കഥാവസാനം പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. ടോട്ടൻ്റെ രൂപം, വേഷം, പ്രായം, സ്വഭാവം, കിളികളോടുള്ള ഇടപെടൽ തുടങ്ങി ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന കഥയിലെ കഥാപാത്രമാണ് ആര്? നമ്മുടെ ടോട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൻ്റെ രൂപം എങ്ങനെയാണ്, വേഷം എങ്ങനെയാണ്, അതിൻ്റെ പ്രായം എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, കിളികളോടുള്ള ഇടപെടൽ എങ്ങനെയാണ്. അപ്പോൾ പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ടോട്ടൻ അവസാനം അത് അംഗീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തി അയാളുടെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു പത്രവാർത്തയാണ്. നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഒരു നോട്ടീസാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാലയത്തിൽ നടന്ന ബഷീർ ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബാനറാണ് നൽകിയിരിക്കുന്നത്. ബാനറിനെ ആസ്പദമാക്കി ദിനാചരണത്തിന് ശേഷമുള്ള പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ബഷീർ ദിനാചരണം ഗവൺമെൻറ് UPS മേലപ്പറമ്പിൽ നടന്നു. എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? താഴെ സ്ഥലം എഴുതുക. എവിടെയാണ് സ്ഥലം എന്നുള്ളത്? മേലെപ്പറമ്പ്. എന്നിട്ട് 2 കുത്തിട്ടിട്ട് എഴുതുക. എന്താണ്? 2025 ജൂലൈ 5 രാവിലെ 10 മണിക്ക് ബഷീർ ദിനാചരണത്തോടനുബന്ധിച്ച് ഗവൺമെൻറ് UPSൽ സുൽത്താൻ്റെ ലോകം എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നടന്നു.
അപ്പോൾ അതിൽ ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ രാജൻ മേലെപ്പറമ്പ് എഴുത്തുകാരനായ ഡോക്ടർ രാജൻ മേലെപ്പറമ്പായിരുന്നു. അതിലുണ്ടായ കാര്യപരിപാടിയിൽ ബഷീർ കഥാപാത്രങ്ങൾ ദൃശ്യാവിഷ്കരണം, ബഷീർ പുസ്തക പ്രദർശനം, ബഷീർ പ്രശ്നോത്തരി തുടങ്ങിയവയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.